മുടി നമ്മൾ വാഷ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വെള്ളം ഒഴിച്ച് ഹെയർ ആദ്യം നല്ലോണം നനയ്ക്കണം, നല്ലോണം വാഷ് ചെയ്യണം. ഫസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ ഷാമ്പു ഇടാതെ തന്നെ ഒന്ന് വാഷ് ചെയ്യണം. എൻ്റെ മുടി ട്രീറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ടാണ് സൾഫേറ്റ് ഫ്രീ ഷാമ്പു തന്നെ യൂസ് ചെയ്യുന്നത്. ഹെയറിൽ നല്ലോണം ഷാമ്പു ഇട്ട് സ്കാൽപ്പ് നല്ലോണം മസാജ് ചെയ്യുക. അതായത് നമ്മുടെ സ്കാൽപ്പിലുള്ള എക്സസ് ഓയിലും ഡേർട്സും എല്ലാം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വാഷ് ചെയ്ത് ഫുൾ വാഷ് ചെയ്യണം. നമ്മുടെ സ്കാൽപ്പിൽ ഒട്ടും തന്നെ ഷാമ്പു ഉണ്ടായിരിക്കാൻ പാടില്ല. ഫുൾ വാഷ് ചെയ്യാം. കണ്ടീഷണർ കയ്യിലെടുത്ത് സ്കാൽപ്പിൽ ഒരു വിധത്തിലും കണ്ടീഷണർ ആകാൻ പാടില്ല. കണ്ടീഷണർ സ്കാൽപ്പിലേക്ക് കൊണ്ടുപോകാനേ പാടില്ല. ജസ്റ്റ് നമ്മൾ പോണിറ്റെയിൽ പിടിക്കുന്ന പോലെ തന്നെ അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ഹെയറിൻ്റെ എൻഡ് വരെ നന്നായിട്ട് കണ്ടീഷണർ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് നമ്മുടെ കയ്യിലുള്ളത് മാത്രം മേളിൽ മാത്രം, നമ്മുടെ സ്കാൽപ്പിലേക്ക് പോകാതെ മേളിലേക്ക് മാത്രം ഇടുക. കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞു. ഇനി ഇതേ ജസ്റ്റ് ഒരു റിൻസ് വാട്ടർ, അതായത് ഈ എക്സസ് ഉള്ള കണ്ടീഷണർ മാത്രം വാഷ് ചെയ്ത് കളയുക. അല്ലാതെ ഫുള്ള് വാഷ് ഔട്ട് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എക്സസ് ഇത് ഇത്രയും മതി. എക്സസ് ഉള്ള കണ്ടീഷണർ ഫുള്ള് വാഷ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് ആ കണ്ടീഷണർ ഫുള്ള് സ്ക്യൂസ് ചെയ്ത് കളയുക. ഇപ്പോൾ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് എൻ്റെ മുടി വാഷ് ചെയ്ത് ഇതേ ഉണക്കിയിട്ടുണ്ട്. കണ്ടോ, മുടി ഒന്നിനൊന്ന് ഒട്ടിക്കിടക്കാതെ നല്ല ഭംഗിയിൽ നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് കിടക്കുന്നത് ഈ ഒരു കണ്ടീഷനിങ്. ഇങ്ങനെയാണ് കണ്ടീഷനിങ് ചെയ്യേണ്ടത്. കണ്ടോ, ഇത്ര നന്നായിട്ട് കിടക്കുന്നുണ്ട് മുടി. ഒരു ഡ്രൈനെസ്സോ അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ ഡോട്ട്സ് കെട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കണ്ടോ, നല്ല ഭംഗിയിൽ കിടക്കും. ഇങ്ങനെയാണ് ഷാമ്പൂ കണ്ടീഷണർ ചെയ്യേണ്ടത്.